ലോക പരിസ്ഥിതി ദിനത്തിൽ കാണക്കാരി പഞ്ചായത്ത് MC റോഡിനോട് ചേർന്ന് ഒരുക്കിയ കായാമ്പൂ തോട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റാത്ത് ഉദ്ഘാടനം ചെയ്തു. സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക, പാതയോരത്തെ മനോഹരമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കാണക്കാരിയിൽ ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത്. കാണക്കാരി പഞ്ചായത്തിലെ 10ാം വാർഡിന്റെ ഭാഗമായ റേഷൻ കടപ്പടിക്ക് സമീപമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം തുറന്നത്. കായാമ്പൂ ചെടിയാണ് ഉദ്യാനത്തിന്റെ പ്രധാന ആകർഷണം. കായാമ്പു പോലെ പഞ്ചായത്ത് പ്രദേശത്ത് വംശനാശം സംഭവിച്ചിരിക്കുന്ന വിവിധ തദ്ദേശ സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. MC റോഡിന്റെ നവീകരണത്തിന്റെ ഫലമായി രൂപം കൊണ്ട പുറമ്പോക്ക് പോലുള്ള സ്ഥലത്ത് വർഷങ്ങളായി മാലിന്യങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞത് സാമൂഹ്യ പ്രശ്നമായി മാറിയിരുന്നു. ഇവിടം വൃത്തിയാക്കിയാണ് ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അലങ്കൃതമാകുന്ന കായാമ്പൂ ചെടികൾ തേനീച്ചകൾക്കും ഇതര ഷഡ്പദങ്ങൾക്കും ആവാസ വ്യവസ്ഥയിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. കാർഷിക വിളകളുടെ ഉൽപ്പാദനവുമായും ബന്ധമുണ്ട്. തദ്ദേശീയമായ ഇത്തരം സസ്യങ്ങളുടെ സംരക്ഷണവും പ്രാദേശിക ആവാസ വ്യവസ്ഥയും പ്രാദേശിക കാലാവസ്ഥയും സുസ്ഥിരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാണക്കാരി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൂന്തോട്ടം തയ്യാറാക്കിയത്. കാണക്കാരി പഞ്ചായത്തും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്നാണ് കായാമ്പൂ തോട്ടം ഒരുക്കിയത്. കായാമ്പൂ തോട്ടത്തിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് നിർവഹിച്ചു. പണ്ടൊരു കവി പാടിയതുപോലെ കാവ്യാത്മകമായ ഒരു ചെടിയാണ് നമ്മളുടെ കായാമ്പൂ. ആ കായാമ്പൂ ഇന്ന് കാണക്കാരി പഞ്ചായത്തിൻ്റെ രാജവീതിയിൽ കൂടി പൂത്തുലയുമ്പോൾ നമ്മുടെ കേരളം ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പഞ്ചായത്തിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് നമ്മുടെ കാണക്കാരി പഞ്ചായത്ത്. ആ പഞ്ചായത്ത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്ന് തന്നെയല്ല ലോകത്തിൻ്റെ നെറുകയിൽ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം മാലിന്യമുക്തമായി കിടന്ന ഈ പ്രദേശം ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ. പഞ്ചായത്തിൻ്റെ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തി നമ്മുടെ പ്രിയങ്കരനായ കിലയുടെ ഫാക്കൽറ്റി കൂടിയായ പരിസ്ഥിതിയുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു മനസ്സ് ഈ പ്രദേശത്തെ നല്ലവരായ ജനങ്ങൾ കാണിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ അധ്യക്ഷയായിരുന്നു. ഗവൺമെന്റ് ഹൈസ്കൂൾ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണ പ്ലക്കാർഡുകളുമായി വേദിയിലെത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ കാണക്കാരി അരവിന്ദാക്ഷൻ, ലവ്ലി വർഗീസ്, പരിസ്ഥിതി പ്രവർത്തകൻ P ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെയാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി കിടന്നിരുന്ന പൊതുസ്ഥലം വൃത്തിയാക്കി പൂന്തോട്ടമാക്കി മാറ്റിയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.